ഗായ്സ് ഇപ്പം നമ്മൾ വന്നേക്കുന്നത് പുൽത്തൈലം ഉണ്ടാക്കുന്ന സ്ഥലം എന്താ, ആ ഒരു ചെറിയ ഹട്ട് പോലുള്ള അടുത്താണ് പുൽത്തൈലം ഉണ്ടാക്കുന്നത്. ആ പുൽത്തൈലം ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന പുല്ലുകളാണ് കണ്ടോ, ഈ പുല്ലുകൾ. ഈ പുൽച്ചെടികളാണ് അതിനുവേണ്ടി ഉപയോഗിക്കുന്നത്. കണ്ടോ ഗായ്സ്, ഗായ്സ് ഇതെല്ലാം എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ആ കണ്ടോ. സേ ഹായ് ഓൾ ഗായ്സ്. അപ്പം നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം ഗായ്സ്, എങ്ങനെയാണ് പുൽത്തൈലം ഉണ്ടാക്കുന്നതെന്ന്. നല്ല ഒറിജിനലായിട്ട് ഉണ്ടാക്കുന്ന പുൽത്തൈലത്തിന് നല്ല അടിപൊളി സ്മെല്ലാണ്. അതൊക്കെ ഇട്ട് നമ്മുടെ വീടൊക്കെ വൃത്തിയാക്കുകയൊക്കെ ചെയ്താൽ അങ്ങനെ പ്രാണികളോ മറ്റേ അങ്ങനത്തെ സംഭവങ്ങളൊന്നും വരത്തില്ല. അപ്പം നമ്മൾ അവിടെ കുറേ ദൂരം നമ്മൾ വന്നു. നമ്മൾ വന്നത് കാന്തന്നൂർ പെരളിപ്പാടം എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് വന്നിട്ട് നമ്മൾ കുറേ ഉള്ളിലേക്ക് വന്നാണ് ഈ ഒരു സ്ഥലം കണ്ടുപിടിച്ചത്. ഇത് ഓരോ ഇവിടുത്തെ വീട്ടുകാരും കൃഷി ചെയ്തിട്ട് അവർ തന്നെ സ്വന്തമായിട്ട് ഉണ്ടാക്കുന്നതെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഓരോരുത്തർക്കും അവർ സ്ഥലത്തുണ്ട് കൃഷി ഇത് ചെയ്തിട്ട് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഗായ്സ്, കണ്ടു ഇവിടുത്തെ ഒരു വ്യൂ ആണ് ഇത്. കണ്ടോ, അടിപൊളി വ്യൂ ആണ് ഗായ്സ്. കണ്ടോ, നമ്മൾ ആ റോഡിൽ വണ്ടിയിട്ട് നമ്മൾ ഇത്രയും ഇങ്ങനെ നടന്നു വന്ന് കാണാൻ. കണ്ടോ, ഈ ഒരു ചെറിയ ഇവിടാണ് ഉണ്ടാക്കുന്നത്. നടന്ന് ശ്വാസം മുട്ടുന്നു ഗൈസ്. നമുക്ക് നോക്കാം. കണ്ടോ, പുല്ലൊക്കെ ഉണക്കിയിട്ടേക്കുന്നുണ്ടോ. ഗൈസ് അപ്പം പറയുന്ന ഈ പുല്ലിങ്ങനെ കത്തി വെട്ടിയിട്ട് ഇവിടെ ഇടും. ആണോ, അതൊക്കെ ചെത്തിയെടുത്തോ? ഇത്രയും വളർന്നിട്ടാണോ ചെത്തുന്നത്? ഇത്രയും വളരണ്ട, ഏതാണ്ട് ഒരു കുറച്ചുകൂടി ഒരു അരടി കൂടി പൊങ്ങുള്ളൂ. അപ്പോഴേക്ക് 2 മാസം കൊണ്ട് മൂപ്പാവും. 60-ാം ദിവസം ചെത്താം. ഇത് നമ്മൾ നടുന്നതാണോ? അതെ അതെ. ഇത് നമ്മളടക്കം പശുവിന് കൊടുക്കുന്നതായിരുന്നോ? പശു തിന്നും, ഈ പുല്ല് തിന്നും. ഇത് വാറ്റി പുല്ല് തിന്നും പശു. ആണോ? ഇത് 2.5 മണിക്കൂർ വേണം ഒരു ലോഡ് ഇട്ട് കഴിഞ്ഞാൽ. അപ്പൊ ഗായ്സ് ഇതിങ്ങനെ പുല്ല് ഇത് ഉണക്കണ്ട ഇല്ലേ? ജസ്റ്റ് ആണോ? 2 മണിക്കൂർ ഉണങ്ങി കഴിഞ്ഞാൽ 1/2 മണിക്കൂർ ലേറ്റാവും ഇത് തീരാൻ. എന്നിട്ട് ഈ പുല്ലെടുത്തിട്ട് എങ്ങനെയാ ചേട്ടാ ഒന്ന് പറയാമോ ചേട്ടാ? പിന്നെ ഇതിനകത്ത് ഇത് ഇപ്പൊ നിറയിട്ടേക്കുവാ, പുല്ലിട്ടേക്കുവാ. ഈ പുല്ല് ജസ്റ്റ് എടുത്ത് ഇതിനകത്ത് ഇടുവോ? ജസ്റ്റ് നിറച്ചു ഇത് ഈ ചെമ്പിന്റെ ഇതെടുത്തിട്ട് ഞാൻ പുല്ല് എല്ലാം താഴെ കളഞ്ഞിട്ട് വീണ്ടും ലോഡ് കയറ്റും. വെള്ളം ഒഴിക്കും, ഒരു 14 പേരിൽ വെള്ളം ഒഴിക്കും ഇത് കത്തുന്നതിന് വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ തൈലം എടുത്തതിന് ശേഷം 2.5 മണിക്കൂർ വേണം. അപ്പൊ ഈ ചെമ്പിന്റെ അകത്ത് ഇട്ടിട്ട് വെള്ളം ഒഴിച്ച് തിളപ്പിക്കും. തിളച്ചോണ്ടിരിക്കല്ലേ, അടുത്ത തൈലം ഇങ്ങനെ ഇവിടെ വരും. അപ്പൊ തിളച്ചു കഴിയുമ്പോ ആ കിട്ടുന്നതാണ് പൈപ്പിനകത്തോടെ വന്നിട്ട് ആവിയായിട്ട് തൈലം മുകളിലും വരും, വെള്ളം താഴേക്ക് പോകും. അങ്ങനെ വരുന്നതിന്റെ താല്പര്യത്തിനുണ്ടോ ആ വെള്ളം തൈലം മുകളിൽ വെച്ച് കിടക്കും. ഇപ്പൊ തൈലം എന്ത് ചെയ്യും? തൈലം ഇതിനകത്ത് വരും ചെത്തി. ഇതുണ്ടോ ഈ മുകളിൽ കിടക്കുന്നുണ്ടോ? അതാണ് തൈലം കിടക്കുന്നത്. മുകളിൽ കിടക്കുന്നത്, അടിയിൽ കിടക്കുന്ന വെള്ളം. വെള്ളം മഞ്ഞ കിടക്കുന്ന തൈലം അത് വെള്ളമാണ്. അപ്പൊ വെള്ളം തൈലം കൂടി ആടി വരുന്നതിനകത്തുനിന്ന്, അതായത് ഇതിനകത്ത് നമ്മൾ കണ്ട ആ ഇതിന്ന് ഇങ്ങനെ തൈലം എടുക്കുകയാണ്. ആ മേളിൽ തൈലം കിടക്കുമെന്നാ പറഞ്ഞ്, അതാണെങ്കിൽ ഇങ്ങനെ അരിച്ച് കുപ്പിയിലേക്കാക്കും. അപ്പൊ ഈ മേളിൽ കിടക്കുന്നത് പുൽത്തൈലമാണ്. ചേട്ടാ ഇത് 1 ലിറ്ററിന് എത്ര പറഞ്ഞാൽ 2200 കേട്ടോ. ചേട്ടൻ പറയുന്നത് 2200 ഇത് ഫ്രഷ് സാധനമാണ് കേട്ടോ, ലൈവ് ആയിട്ടല്ലേ ഇത്, ഡ്യൂപ്ലിക്കേറ്റ് ഒന്നുമല്ല. ആനയുണ്ട്. ആനയുണ്ടോ? ആനയും മുകളിൽ ഇപ്പടെന്ന് പറഞ്ഞു 400. നീ വരൂ. അവിടെ അപ്പുറം നമ്മുടെ ആൾക്കാർ പണിയുന്നുണ്ട്, കാണാൻ പറ്റുമോ? മുകളിൽ കയറി പോണം.
ഞാനില്ല, ഞാൻ ഇവിടെ റൂമുണ്ട്, പണിക്കാരൻ വേറെ ഉണ്ട്, ഞാൻ അവർ വേറെ പുറത്തേക്ക് പോയേക്കുവാ വരും. മഞ്ഞപ്പൊടി എന്തോ അതിൻ്റെ മട്ടാണേ. അപ്പൊ ചേട്ടൻ ഇവിടെ വന്ന് ഇത് ഇങ്ങനെ ചെയ്തിട്ട് പോവോ? ഞാൻ ആഴ്ച വരും. ഇവർക്ക് ഞായറാഴ്ച ദിവസം പേയ്മെൻ്റ് ആണ്, അപ്പോൾ ആഴ്ച ഞാൻ വരും. ചേട്ടൻ ഇതോടെ കൊണ്ട് കൊടുക്കുന്നേ? ഞാൻ എറണാകുളം കൊടുക്കും, പിന്നെ നമുക്ക് വേറെ ഉണ്ട് സ്ഥലമുണ്ട് കൊടുക്കുന്നത്, അടിമാലിലൊക്കെ ആയിട്ട് അതൊക്കെ എടുത്തോളൂ. അത് ഈ കടകളിൽ ഇഷ്ടം പോലെ കിട്ടാണ്ട്, അത് നല്ല തൈലം കിട്ടും. ഇതിപ്പം വെള്ളവും തൈലമായിട്ട് വരും. തൈലം ഉള്ളത് മുകളിൽ കിടക്കും. ഒരു മിനിറ്റ് ചേട്ടാ, ഒന്ന് ഇവിടെ ഇത് ഞാൻ ലീസിന് എടുത്തിരിക്കുന്നതാണ്. ഇത് 110 ഏക്കർ സ്ഥലം വരും. ഇതിലാണ്ട് ഒരു 30 ഏക്കറോളം പുൽത്തൈലുണ്ട്. ഇതിപ്പോൾ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു മാസമായി വർക്ക് തുടങ്ങിയിട്ട് ഇപ്പോൾ ഏതാണ്ട് നേരത്തെയൊക്കെ 10-30 വർഷം മുമ്പൊക്കെ ഞാനിവിടെ വർക്ക് ചെയ്തിട്ടുള്ള വർക്ക് ചെയ്തിട്ട് അപ്പോൾ തൈല് കിട്ടും. ഇപ്പോൾ തൈലല്ലേ എത്ര പെരിയമ്പോൾ ആറ്റിപ്പോൾ കിട്ടിയ തൈല് ഇതാണ്, 350 മില്ലിക്കുള്ളിൽ വരില്ല. അപ്പോൾ നമുക്കിപ്പോൾ ചിലവ് നഷ്ടമാണ്. എങ്കിൽ പോലും ഇത് മൊത്തത്തിൽ ഇവിടെ ഈ പ്രധാനപ്പെട്ട സ്ഥലം എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ പുൽത്തൈലം, ശർക്കര, പച്ചക്കറികൾ, ചന്ദനം, ഇതാണ് മെയിനായിട്ട്. ഇപ്പോൾ ലോകത്തിലെ റെക്കോർഡുള്ളതാണ് പുൽത്തൈലം, ഇവിടുത്തെ പുൽത്തൈലത്തിന്. അപ്പോൾ അത് ഒരു എമ്പ് മാറ്റുന്നതിന് മുമ്പ് നമുക്ക് ഏതാണ്ട് 500-550 മുടക്ക് വരും. അത്ര വലിയ ഇൻകം കിട്ടുന്നില്ല ഇപ്പോൾ. എന്നാലും നടത്തിക്കൊണ്ടിരിക്കുന്നു. അടുത്ത എന്തെങ്കിലും ഒന്ന് സീസൺ സമയത്ത് ചെത്തിക്കിലെ തൈലം കിട്ടുള്ളൂ. മഴയുണ്ടെങ്കിൽ കിട്ടില്ല. മഴയുടെ സമയത്ത് ഇതിൻ്റെ ഇത് പവറാണ്, വേരിലേക്ക് തൈലിറങ്ങും. അപ്പം മഴയുള്ളപ്പോൾ അത് പുല്ലിലേക്ക് വരും. ആ സമയത്ത് ചെത്തിയെടുക്കുക. അപ്പം എന്നിട്ട് ഒരു പണിയുന്നുണ്ട് അപ്പുറം. അപ്പോൾ ഇതിപ്പോൾ ഘട്ടം തീരാൻ പേർ 180 മുകളിൽ വാറ്റി കഴിഞ്ഞു. ഇപ്പോൾ അടുത്തത് നമുക്ക് ഉടനെ തന്നെ അടുത്ത മാസം ഒരു ഓഗസ്റ്റ് ആവത്തി കേട്ടോ. പിന്നെ ഇത് വാറ്റുന്ന ചെമ്പ് ഇത് അതിനകത്ത് നടക്കും. 2.5 മണിക്കൂർ വേണം ഒരു വാറ്റ്. ഇതിലെ കൂടി ഇടുവോ? ഇത് വച്ചെടുക്കും. അതിൻ്റെ പുല്ലെല്ലാം